മഹാസഖ്യത്തിലൂടെ വിജയിച്ച് മുഖ്യമന്ത്രിയായിട്ടും മുന്നണി വിട്ട് ബിജെപിക്കൊപ്പം ചേർന്ന നിതീഷ് കുമാറിന്റെ വഞ്ചനയ്ക്ക് തിരിച്ചടി നൽകാൻ കോൺഗ്രസുമായി മഹാസഖ്യത്തിന് തുടക്കമിട്ട് ലാലു പ്രസാദ് യാദവ്. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി മത്സരിക്കാൻ അയോഗ്യതയുണ്ടെങ്കിലും ബീഹാർ രാഷ്ട്രീയത്തെ മകൻ തേജസ്വി യാദവിലൂടെ നിയന്ത്രിക്കുന്നത് മുൻ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവാണ്. 2015-ൽ രാഹുൽ ഗാന്ധി മുൻകൈയെടുത്തപ്പോൾ ബദ്ധശത്രുവായ നിതീഷ് കുമാറുമായി മഹാസഖ്യത്തിൽ മത്സരിക്കാൻ തയ്യാറായതാണ് ലാലുവിന്റെ RJD. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് NDA വിട്ട് നിതീഷ് കുമാറും RJDയും കോൺഗ്രസും ചെറു പാർട്ടികളും മഹാസഖ്യമായി മത്സരിച്ചപ്പോൾ 2015-ൽ ബീഹാർ നിയമസഭയിൽ മഹാസഖ്യത്തിന് 178 സീറ്റുമായി അധികാരത്തിലേറാൻ കഴിഞ്ഞിരുന്നു. 80 സീറ്റുമായി സഖ്യത്തിലെ വലിയ കക്ഷിയായ RJD 71 സീറ്റ് ലഭിച്ച നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാവാൻ അനുവദിക്കുകയും ചെയ്തു. ലാലുവിന്റെ മകൻ തേജസ്വി യാദവാണ് ഉപമുഖ്യമന്ത്രിയായത്. എന്നാൽ പിന്നീട് മഹാസഖ്യത്തിൽ നിന്നും പിന്മാറി നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിച്ചതെല്ലാം വിഴുങ്ങി നിതീഷ് BJPയുമായി സഖ്യത്തിലാവുകയായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നിതീഷ് കുമാർ BJP പിന്തുണയിൽ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ബീഹാറിലെ BJP അധ്യക്ഷൻ സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയുമായി. അന്നു മുതൽ ബീഹാറിൽ നിതീഷിനെതിരെ പോർമുഖം തുറന്നിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ്. ജയിലിലായാലും സോഷ്യലിസ്റ്റ് സിംഹം ജയപ്രകാശ് നാരായണന്റെ ശിഷ്യന് പോരാട്ടവീര്യം ഒട്ടും ചോർന്നിട്ടില്ല. രാമക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ട് വർഗീയ കലാപം അഴിച്ചുവിട്ട LK അദ്വാനിയുടെ രഥയാത്രയെ ബീഹാറിൽ തടയാനുള്ള തന്റെ ഇടം കാണിച്ചത് അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ആയിരുന്നു. 1990 ഒക്ടോബർ 23-നാണ് ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ച് അദ്വാനിയുടെ രഥയാത്രയെ തടഞ്ഞ് സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിന് അദ്വാനിയെ അറസ്റ്റ് ചെയ്യാനുള്ള ആർജവം ലാലു പ്രസാദ് യാദവ് കാണിച്ചിരുന്നത്. അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞ താൻ മോദിയെയും തടയുമെന്നാണ് ലാലു പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാദവരും ദലിതരും മുസ്ലിങ്ങളും പിന്നോക്കക്കാരുമെല്ലാം ബീഹാറിൽ ലാലുവിനെ തങ്ങളിൽ ഒരാളായാണ് കാണുന്നത്. 40 ലോക്സഭാംഗങ്ങളെ പാർലമെന്റിലേക്ക് അയക്കുന്ന ബീഹാർ കേന്ദ്രഭരണം പിടിക്കുന്നതിന് BJPക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും മികച്ച സഖ്യകക്ഷിയാണ് ലാലുവിന്റെ RJD. മഹാസഖ്യത്തിൽ 20 സീറ്റിൽ RJD മത്സരിക്കുമ്പോൾ 11 സീറ്റാണ് കോൺഗ്രസിനായി നൽകിയിട്ടുള്ളത്. JNUവിലെ വിദ്യാർത്ഥി നേതാവ് കന്നയ്യ കുമാറിന് മത്സരിക്കാനായി ബെഗുസരായ് മണ്ഡലവും വിട്ടു നൽകിയിട്ടുണ്ട്. ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് സമതാ പാർട്ടി, ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച, ശരത് യാദവിന്റെ ലോക് താന്ത്രിക് ജനതാദൾ, മുകേഷ് സാഹ്നിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്നിവരും മഹാസഖ്യത്തിലുണ്ട്. ഇടതുപക്ഷത്തിന് 2 സീറ്റ്, RLSP 3, HMM 2, LJD, വികാസ്ശീൽ പാർട്ടി എന്നിവർക്ക് ഓരോ സീറ്റുമാണ് നൽകിയിട്ടുള്ളത്. ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാന സംസ്ഥാനമായ ബീഹാറിൽ ലാലു കോൺഗ്രസ് മഹാസഖ്യത്തിനാണ് മേൽക്കൈ എന്നാണ് സർവേ ഫലങ്ങളും സൂചന നൽകുന്നത്.